അനുവദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിക്കുകയും അത് ടെൻഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് ടാർ ചെയ്ത് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, രാജേഷ് മാഷ് നല്ല ഇടപെടലുകൾ തന്റെ വാർഡിൽ നടത്തുന്നയാളാണ്. ഇവിടുത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അദ്ദേഹം പെടുത്തും. ഈ അടുത്താണ് ലക്ഷം വീട് കോളനിയിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത് പുനർനിർമ്മിച്ചു കൊടുത്തില്ലെങ്കിൽ ആ വീട് തകർന്നു വീണ് ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്ന് പറയുന്നത്. ഞാൻ ഇടപെട്ടു. 2 വീടുകൾ അവിടെ ആ ലക്ഷം വീട് കോളനിയിൽ നമ്മൾ നിർമ്മാണം ആരംഭിച്ചു. അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊന്ന് 2 വീട് എനിക്ക് ചെയ്തു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്, MLA-മാർ, MP-മാർ. അവരൊക്കെ തന്നെ സർക്കാരിന്റെ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന സഹായം കൊടുക്കുക എന്നല്ലാതെ മറ്റു സഹായങ്ങൾ എവിടെ നിന്ന് കൊടുക്കും? പക്ഷേ നമ്മളുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ മന്ത്രി എന്നുള്ള നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഉദാരമതികളായിട്ടുള്ള ആളുകളോട് നമ്മൾ പറയുന്നു, അവരുടെ സഹായത്തിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ സർക്കാരിന്റെ സഹായത്തിനപ്പുറം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് ആ പ്രദേശത്ത് ഒരാൾ വേണം. രാജേഷ് മാഷ് എല്ലാ സമയങ്ങളിലും ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും. കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം കേവലം ഒരു വോട്ട് മറ്റാർക്കെങ്കിലും നൽകുക എന്നതിനപ്പുറം തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് നൽകുക എന്നുള്ളതിലാകണം നിങ്ങളുടെ ശ്രദ്ധ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രാജേഷ് മാഷ്ക്കും, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ദിലീഷിനും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മോഹൻദാസിനും ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ 3 വോട്ടുകളും നമ്മൾ ചെയ്യേണ്ടത് ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിലാണ്. നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക. എല്ലാവരെയും ഒന്നായി കാണാൻ ഈ സർക്കാരിനെ സാധിക്കൂ, ഈ മുന്നണിക്ക് കഴിയും. ഏത് മതക്കാർ, ഏത് ജാതിക്കാർ, ഏത് വിഭാഗക്കാർ, ഇതൊക്കെ നോക്കിയിട്ടാണ് വികസനത്തിന് പോലും പണം UDF-ന്റെ ഭരണകാലത്ത് നീക്കിവെച്ചിരുന്നത്. അതിനു പകരമായി ഈ പഞ്ചായത്തിനെ മൊത്തത്തിൽ ഒന്നായിട്ട് കാണാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചു. ബിജോയുടെ നേതൃത്വത്തിൽ നല്ല ഇടപെടലുകൾ നടത്തി. അതിന് നൽകപ്പെടുന്ന അംഗീകാരമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് രേഖപ്പെടുത്തുന്ന വോട്ട്. കാലടി പഞ്ചായത്തിലെ മത്സരിക്കുന്ന 14-ാം വാർഡിൽ മത്സരിക്കുന്ന രജനിയും ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജയശ്രീ, അവർക്കെല്ലാം നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. കള്ളപ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, ഇതൊക്കെ നമ്മളെ താറടിച്ചു കാണിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം എന്തൊക്കെ ദുഷ്പ്രചരണങ്ങളായിരുന്നു ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് നടത്തിയത്. എന്നെക്കുറിച്ച് പോലും എന്തൊക്കെ ഇവർ പറഞ്ഞു. എന്നിട്ട് എന്തായി? അതൊക്കെ എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യും, ഉച്ചക്ക് അറസ്റ്റ് ചെയ്യും, വൈകുന്നേരം അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും. അറസ്റ്റിന്റെ ദിവസം നീണ്ടുപോവുകയാണ്. എന്താണ് ഇവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് ചെയ്യാത്തത്? നമ്മളൊന്നും ഒരു ചുക്കും, നമ്മളുടെ രോമത്തിന് പോലും അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പോറലും ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള അവിഹിതമായിട്ടുള്ള ഇടപെടലുകളും ജീവിതത്തിൽ നമ്മൾ നടത്തിയിട്ടില്ല. ആ ധൈര്യമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരെ ചെങ്കൂറ്റത്തോടുകൂടി നിങ്ങൾ സമക്ഷം കാര്യങ്ങൾ പറയാൻ എനിക്ക് എന്നും ശക്തി പകർന്നിട്ടുള്ളത് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കള്ളത്തരങ്ങൾ, ആളുകളെ പറ്റിക്കുക, വഞ്ചിക്കുക, നാടിന്റെ സ്വത്ത് അപഹരിക്കുക, ഇതൊക്കെ UDF-കാരുടെ മുഖമുദ്രയാണ്. ആ UDF-നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽപ്പിക്കേണ്ടത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.